എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് മൈദ, 2 ചെറുപഴം, ഒരു മുട്ട, കുറച്ച് ഈത്തപ്പഴം, 2 സ്പൂണ് റവ, 3/4 ഗ്ലാസ് പാൽ എന്നിവയാണ് എടുത്തിട്ടുള്ളത്. മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. റവ 2 സ്പൂണും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയും ഒരു നുള്ള് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഇനിയും ഇതങ്ങ് മാറ്റി വയ്ക്കുക. ഇത് മിക്സിയിലേക്ക് 2 ചെറുപഴവും തൊലി കളഞ്ഞ് ഇട്ട് കൊടുക്കാം. വേറെ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കുന്നില്ല. ഈ പഴത്തിൻ്റെയും ഈത്തപ്പഴത്തിൻ്റെയും മധുരം തന്നെ ഇതിന് ധാരാളം മധുരം ഉണ്ടാവും. 6 ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി മധുരം അധികം വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു മുട്ട എടുത്തത് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തുള്ളി വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 3 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 3 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് ഒന്നും കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിക്കുക. ആ എണ്ണയെല്ലാം എല്ലായിടത്തും ആയതിന് ശേഷം ഇപ്പോൾ ഈ ഒരു പാകത്തിന് എടുത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത് വെച്ച പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം മൊത്തത്തിൽ. എന്നിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മിക്സിയിൽ വെച്ച് ഒന്നും കൂടി നന്നായിട്ട് കറക്കിയെടുക്കുക. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഞുറുക്കിയ കാഷ്യൂനട്ടാണ്. അതൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരണം. നന്നായിട്ടൊന്ന് ചുവന്ന് വരണം. ഇനി അത് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ പാത്രം തന്നെ ഇതിലേക്ക് തന്നെ മിക്സ് ചെയ്ത മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ പാന് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നല്ല ചൂടായിരിക്കുകയാണ്. ഇനി ഇതൊന്ന് സിമ്മിലാക്കിയതിന് ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക. മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വറുത്ത് വെച്ച കാഷ്യൂനട്ട് മുന്തിരിപ്പഴവും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു അടപ്പ് വെച്ച് അടയ്ക്കുക. സിമ്മിൽ തന്നെ ഇരുന്ന് ആവും. 10 മിനിറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല വെന്തിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് തണുക്കാൻ വയ്ക്കാം. സ്റ്റൗ ഓഫാക്കുക. ഇപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമ്മൾ ചായ തിളയ്ക്കാൻ വയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കി എടുക്കാൻ കഴിയും. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.